മഞ്ഞുകാലത്തെ ഇടുക്കിയുടെ സൗന്ദര്യം കാണാൻ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരാണ് എത്തിയത്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് 2 ലക്ഷത്തിലേറെ സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത്. വാഗമണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ. ഇടുക്കി DTPCയുടെ നിയന്ത്രണത്തിലുള്ള 9 സെന്ററുകളിൽ മാത്രം ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ 2,17,800-ലധികം സഞ്ചാരികളെത്തി. ഓരോ ദിവസവും ശരാശരി 20,000-ലധികം സഞ്ചാരികൾ. മുൻവർഷത്തേക്കാൾ 1/2 ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട്. ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 61,000-ലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ പ്രത്യേക താല്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടുക്കി DTPC എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഇനി വരും, ഇനിയിപ്പം വലിയ തിരക്കുണ്ടാവാൻ മിക്കവാറും ഏപ്രിൽ മെയ് ദിവസങ്ങളിലായിരിക്കും. ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാഗമൺ, മൊട്ടക്കുന്ന്, മൂന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ, രാമക്കൽമേട്, ഇടുക്കി ഹിരുക്യൂ പാർക്ക്, ശ്രീനാരായണപുരം, പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളിലൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. ഇത് ശുഭമായ സൂചകമാണ്. മൂന്നാർ, തേക്കടി, വാഗമൺ, രാമക്കൽമേട്, ഇടുക്കിയോർക്കുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നു. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയെ തേടിയെത്തുന്നുള്ള ഒരു സൂചകമായി തന്നെ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു. DTPC നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ്. ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.